ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ രണ്ട് മൂന്ന് റെസിപ്പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റിലത്തെ റെസിപ്പി ഉണ്ടല്ലോ, കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന മോർണിംഗിൽ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന, അപ്പോൾ എല്ലാം ചില ദിവസങ്ങളിലെല്ലാം കൊടുക്കുന്ന ഒരു ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ടെൻഷനും കുട്ടികൾക്ക് എന്നാ രാവിലെ കൊടുക്കുക എന്നല്ലായിരിക്കില്ല. ചില ദിവസങ്ങളിൽ നമ്മളെ മക്കളെല്ലോ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യലുണ്ടല്ല, കൊടുക്കാൻ ഞാനിത് പറയൂല കൊടുക്കണമെന്ന്. വല്ലപ്പോഴല്ലോ ഇങ്ങനെയല്ലോ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് ഞാൻ കുടിക്കാറുണ്ട് അങ്ങനെയല്ലോ. അപ്പോൾ ഇത് അതിനായിട്ട് ഞാൻ 3 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ബ്രെഡ് ഞാനിങ്ങനെ ചപ്പാത്തിൻ്റെ പരത്തുന്ന ആ ഒരു കോലുണ്ടല്ലോ അതിനെ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ണ്ടല്ലോ എൻ്റെ പക്കിലത്തെ ആ ഒരു ബ്രൗണില്ലേ അതെല്ലാം മാറ്റിയെടുത്തിട്ട് ഇതാ 3 സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടിതാ അതിൻ്റെ തൊട്ടേക്ക് ചീസ് ഞാൻ 2 ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ ഞാൻ ചോക്ലേറ്റ് സിറപ്പും അതുമാണ് ആഡ് ആക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് തരം ഫില്ലിങ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത് എൻ്റെ കുട്ടികൾ കഴിക്കുമെന്ന് ഉറപ്പുള്ള സംഗതിയല്ല, അതുകൊണ്ട് ഞാൻ ചീസും ചോക്ലേറ്റിൻ്റെ സിറപ്പും ആട്ടാ വെച്ച് കൊടുക്കുന്നത്. ഇതിൽ ബനാന ഫില്ല് ചെയ്ത് കൊടുക്കുക, ഞാൻ ബനാനയെല്ലാം വെച്ച് കൊടുക്കൂ. അങ്ങനെയല്ല അന്ന് ദിവസവും ബട്ടർ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആക്കിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കും, അങ്ങനെയല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ട് ഇത് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ടിതാ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക, ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ഈ മടക്കിയിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഉണ്ടല്ലോ, ഇങ്ങനെ സ്പ്രിങ് റോൾ പോലെ ആക്കിയതിന് ശേഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് എഗ്ഗിൽ മുക്കിയിട്ട് ഇങ്ങനെ പാനിലിട്ടിട്ട് ചൂടാക്കുന്നുണ്ടെങ്കിൽ ചൂടാക്കുക, അല്ലെങ്കിൽ ഉണ്ടല്ലോ നോർമലായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എഗ്ഗൊന്നും യൂസ് ആക്കുന്നില്ല. ഞാൻ ഇതാ ബട്ടറിലുണ്ടല്ലോ ഇതിട്ട് കൊടുത്തിട്ട് അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ചീസെല്ലാം നന്നായിട്ട് മെൽട്ടാവും. ഇപ്പോൾ ഇതാ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കലാന്ന്. ഇതാ ഒരു റെസിപ്പി ഇതാന്ന് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുട്ടിക്ക് കഴിക്കാനായിട്ട് കൊടുക്കണം. പിന്നെ ഇതാ കുറച്ച് ഇവരോട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം കൊണ്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ കാർട്ടൂൺ യൂട്യൂബിൽ കാണാം. ചില ടൈമിന് കുറേ ടൈമെല്ലാം കാണും. അന്നേരം തൂണ്ടി കഴിഞ്ഞിട്ടല്ലോ ഇതെല്ലാം എടുത്തിട്ട് കൊടുത്തിട്ട് കളിച്ചോട്ടേന്ന് വിചാരിച്ച്. വീഡിയോസ് എല്ലാം എടുക്കേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഉണ്ടല്ലോ എല്ലാം ചെയ്തു വെക്കാമെന്ന് വിചാരിച്ച് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റെടുത്തിട്ടുണ്ട്. ഞാനിന്ന് ക്യാരറ്റ് പോള ഉണ്ടാക്കുന്നുണ്ട്. ക്യാരറ്റ് പോളേൻ്റെ റെസിപ്പിയും പിന്നെ എഗ് പപ്സിൻ്റെ റെസിപ്പിയും സമൂസേൻ്റെയും ആ 3 ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റ് ഒരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് വലിയ ക്യാരറ്റാണ്. എന്നിട്ട് ഇതിങ്ങനെ തൊലിയെല്ലാം ആക്കിയിട്ട് കൊടുക്കണം. എല്ലാം റെഡി ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാരറ്റ് പോളൊക്കെ ഉണ്ടല്ലോ, ഞാനിതാ 5 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്.
ഇതാ ഇതിലോട്ടേക്ക് ഒരു ഫ്ലേവറിന് ഏലക്കായൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ കുറച്ച് മിൽക്ക് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ എന്താ മിൽക്ക് ഇല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി അതാട്ടോ യൂസ് ആക്കിയാൽ മതി. എന്നിട്ടിതാ നെക്സ്റ്റ് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ക്യാരറ്റ് ഒന്നുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടാണ് ഞാൻ ക്യാരറ്റ് പോള ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗമിലേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് ഗീ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ക്യാരറ്റെല്ലാം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഒരു യെല്ലോ കളറാകുമ്പോൾ നമുക്കിത് എടുത്തിട്ട് സ്റ്റൗമിൽ എടുത്തിട്ടുണ്ടല്ലോ മാറ്റിയിട്ട് വെക്കുക കേട്ടോ. ഞാൻ സ്റ്റൗമിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ടേക്ക് ഉണ്ടല്ലോ കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ ഉണ്ട് എഗ്ഗിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത ആ ഒരു മിക്സ് ഇതാ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഞാൻ ആ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കലാന്ന്. അപ്പോൾ ഉണ്ടല്ലോ തീ നന്നായിട്ട് കൂട്ടിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഈ ഒരു ബാറ്ററി ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കലാന്ന്. അപ്പോൾ ഉണ്ടല്ലോ നല്ല ഹൈ ഫ്ലെയിമിലേക്ക് ഒന്ന് വെച്ചിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് മതിയാവും. എന്നിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ സോട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ അടിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ തൊട്ടേക്ക് വറുത്ത് വെച്ച് കാഷ്യും കുറച്ച് മുന്തിരി കേട്ടോ. ഞാനിപ്പോൾ ബ്ലാക്കാണ് എടുത്തത്. അതെല്ലാം ഓരോരുത്തർ ഇഷ്ടം പോലെ എടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് സ്റ്റൗമിൽ മാറ്റിയിട്ടുണ്ടല്ലോ. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിടാം. ഇതാ ഞാനൊരു സമൂസേൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ 2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ക്യാപ്സിക്കോ കേട്ടോ. ക്യാപ്സിക്കോ നിങ്ങൾ എടുക്കണം കേട്ടോ. ഈ ഒരു സമൂസേൻ്റെ ഫില്ലിങ്ങിന് ക്യാപ്സിക്കോൻ്റെ ഒരു ഫ്ലേവർ ഇതിൻ്റെ അകത്ത് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നോർമൽ എല്ലാന്ന് സമൂസേൻ്റെ മസാല അതല്ല കേട്ടോ. നെക്സ്റ്റ് ഇതാ കുറച്ച് ബീഫ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് സ്റ്റൗമിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഉള്ളീൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ടിതാ നന്നായിട്ട് വഴറ്റിയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കോ ഇട്ടിട്ട് ഒന്നിങ്ങനെ വാട്ടിയിട്ടെടുക്കുക. അതൊന്നും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതാ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ട് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എടുത്തത് മല്ലിപ്പൊടിയും പെപ്പറിൻ്റെ പൊടിയും മുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഇതാ ഗരം മസാലപ്പൊടിയും അത് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ പച്ചമണെല്ലാം മാറിയതിന് ശേഷം ഉണ്ടല്ലോ ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നവർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അപ്പോൾ ഇതാ ചീസി ബീഫ് സമൂസേൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് സ്റ്റൗമിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ ഒന്ന് ചൂടല്ലോ ആറിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതാ സമൂസേൻ്റെ ഷീറ്റിൽ വെച്ചിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അതെല്ലാം എല്ലാവർക്കും അറിയില്ലേ, ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സമൂസയെല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ഇവിടെ ക്യാരറ്റ് പോലെയെല്ലാം റെഡി ആയിട്ടുണ്ട്. ചൂടെല്ലാം ആറിയതിന് ശേഷം ഉണ്ടല്ലോ ഞാനിതാ പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ഇത്
ഇതുകൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതാ എഗ് പപ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബട്ടർ ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടറെല്ലാം ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഇതാ ഉള്ളി ഞാനിപ്പോൾ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. 4 പപ്സിന് 2 ഉള്ളി എന്ന കണക്കിലാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉണ്ടല്ലോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലുള്ള മസാല മുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും എല്ലാം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടല്ലോ. കുറച്ച് വെള്ളവും വരുന്ന കൊടുത്തിട്ടുണ്ടല്ലോ. ഇതാ ഇങ്ങനത്തെ മസാല ആക്കിയിട്ട് കിട്ടും കേട്ടോ. പപ്സിൻ്റെ മസാല വേറെ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒരു ലൂസായിട്ടുള്ള ഇതിനകത്താണ് പപ്സിൻ്റെ മസാല കിട്ടേണ്ടത്. എനിക്കിപ്പോൾ ഇതാ ഞാനിതാ പപ്സ് ഷീറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തോട്ടേക്ക് ഇതാ ഓരോന്നായിട്ട് 4 പപ്സിൻ്റെ മസാലയാണ് ഞാൻ ഉണ്ടാക്കിയത്. കറക്റ്റ് 4 ഇത് ഉണ്ടാവുക. ഇപ്പോൾ ഇതാ 4 ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇതാ എഗ് പപ്സിൻ്റെ മസാല ഇങ്ങനെ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ ഞാനിപ്പോൾ 2 മുട്ട ബോയിൽ ചെയ്തിട്ട് ഇതാ അതിൻ്റെ അകത്തോട്ടേക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്നിലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ പപ്സിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാനിതാ ഇത് എയർ ഫ്രയറിലിട്ടിട്ട് ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. 4 പപ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ചൂടാകാൻ വെച്ച് ഇതിപ്പോൾ ഞാൻ പിന്നെ കൊടുത്തത് എൻ്റെ കൂടെ ഉണ്ടല്ലോ മുട്ടേൻ്റെ ആ ഒരു ഇത് മറന്നു പോയിട്ടുണ്ടേനും മേലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്തിപ്പോൾ ബ്രഷ് പോയിട്ട് ഞാനിതൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളൊരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതിൻ്റെ അകത്തോട്ടേക്ക് വെച്ച് കൊടുക്കുക. എയർ ഫെയറിൻ്റെ ടൈമൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരോ എയർ ഫെയറിലും ഓരോ ടൈമിംഗ് ആയിരിക്കും. അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ബേക്കിങ്ങിൻ്റെ നോക്കിയിട്ട് അത് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചീസി ബീഫ് സമൂസയും ഇവിടെ ഞാൻ എയർ ഫ്രയറിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.